ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇത് കണ്ടപ്പോൾ തന്നെ ഒരു ഭംഗി, എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. ഇതുകൊണ്ടൊരു വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി പല കളറിലാകുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ. നമുക്ക് ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കും. അലങ്കാരങ്ങളൊക്കെ കണ്ടപ്പം തന്നെ മനസ്സിലായി കാണും എന്തോ ഒരു പുറപ്പാടാണ്. ഇട്ടൊരു നല്ല റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ പെട്ടെന്ന് രുചിപ്രദമായിട്ടൊന്ന് കഴിക്കാൻ പറ്റിയ ഒരു റൈസാണ്. അതിന് വേണ്ടി ഞാൻ ഭംഗിക്ക് വേണ്ടി എല്ലാം എല്ലാം കാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വള, ഗ്രേപ്സ്, പിന്നെ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടേക്കുന്നത്. നമ്മൾ ഈ ഒരു ഗ്ലാസ് അരി എടുക്കുമ്പം 2 ഗ്ലാസ് വെള്ളമാണ് ഇതിന് വേണ്ടുന്നത്. ഞാൻ നാരങ്ങ നീരിന് പകരം ഓറഞ്ചാണ് എടുത്തേക്കുന്നത്. കുറച്ച് മല്ലിയില, കറി വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഓറഞ്ച് നീര് പിഴിഞ്ഞ് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കാം. അരി ഒരു 10 മിനിറ്റ് ഞാൻ കുതിരാനിട്ടിരുന്നു. അതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വെള്ളം എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, എടുക്കുന്ന അരിയുടെ ഇരട്ടി വെള്ളം എടുക്കുക. ഇനി നമുക്കിത് ഒരു വിസിൽ വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. വെയിറ്റ് മാറ്റി വെക്കാം. വെയിറ്റ് വെച്ചേക്കരുത്. വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ അരി ഒരുപാട് അങ്ങ് അവിഞ്ഞു പോകും. നമ്മളെപ്പോഴും സവാള മൂപ്പിക്കുമ്പോൾ ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് അതിൻ്റെ ജലാംശമൊക്കെ ഇറങ്ങി മൂത്ത് കിട്ടും. സവാള ഏകദേശം മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് ക്യാരറ്റ് കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാടങ്ങ് വെന്ത് പോകരുത്. ഇതൊന്നും നമുക്ക് ചെറുതായിട്ടൊരു ക്രിസ്പിനെസ് വേണം. നമുക്ക് ബാക്കി അരിഞ്ഞ് വെച്ചേക്കുന്ന ചേരുവകളോട് ഇട്ട് കൊടുക്കാം. വെള്ളം നല്ല കറക്റ്റായിരുന്നു, വെന്തു. വെയിറ്റ് മാറ്റി എടുത്തിട്ടുണ്ട് നമ്മൾ. എന്നിട്ടൊന്ന് തൊടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് റൈസിൻ്റെ പരുവം. നമ്മുടെ വഴറ്റിയതെല്ലാം ഒരു പരുവമായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാപ്സിക്കം റൈസ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു ഭംഗിയും മണവും ഒക്കെ ഉണ്ട്. വളരെ പെട്ടെന്ന് ആക്കിയെടുക്കാവുന്ന ഒരു ഡിഷാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഈ കളറും ഒക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. 2-3 പേരൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് എടുക്കാം. അതിഥികളൊക്കെ വരുമ്പോഴും അവർക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ ഒക്കും. കണ്ടില്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നേക്കണേ. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.